ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലാണ് തിഹാർ സെൻട്രൽ ജയിൽ. അവിടെ നിന്നും പട്ടാപകൽ മെയിൻ ഗേറ്റിലൂടെ ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനാകുമോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലോകമൊട്ടുക്കും ശ്രദ്ധ നേടിയ ഈ ജയിൽ ചാട്ടം നടത്തിയത് കുപ്രസിദ്ധ കുറ്റവാളിയായ ചാൾസ് ശോഭരാജ് ആണ്. ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? 10 വർഷമായി തിഹാർ ജയിലിൽ കഴിയുന്ന ചാൾസിന് പണക്കുതിയന്മാരായ ജയിൽ ജീവനക്കാരുമായി അടുത്ത ബന്ധമായിരുന്നു. 1986 മാർച്ച് 16 തിഹാർ ജയിലിന്റെ പ്രധാന ഗേറ്റിൽ ഒരു വെള്ള അംബാസിഡർ കാർ വന്നു നിൽക്കുന്നു. പഴങ്ങളും മറ്റു മധുര പലഹാരങ്ങളും നിറച്ചിരുന്ന ആ കാർ ഓടിച്ചിരുന്നത് ഡേവിഡ് ഹാൾ എന്ന ബ്രിട്ടീഷ് പൗരനായിരുന്നു. ചാൾസിന്റെ പിറന്നാളിന്റെ പാർട്ടിക്കുള്ള പലഹാരമാണ് ഗേറ്റിലുണ്ടായിരുന്ന വാച്ചർമാരോട് ഡേവിഡ് പറഞ്ഞു. ജയിലിനുള്ളിൽ ചാൾസിനുള്ള സ്വാധീനം അറിയാവുന്ന വാച്ചർമാർ ഇത് വിശ്വസിച്ചു. വാച്ചർമാർക്കും മധുരം നൽകിയ ശേഷം ആ കാർ പോകുന്നത് തിഹാർ ജയിലിനുള്ളിലെ 3-ാം നമ്പർ ഗേറ്റിലേക്കാണ്. അതീവ സുരക്ഷ വേണ്ടിവരുന്ന കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനുള്ള ജയിലാണ് ജയിൽ 3. മധുരപലഹാരങ്ങളും എടുത്ത് ഡേവിഡ് ഹോളും കൂടെയുണ്ടായിരുന്ന രാജു ഭട്നാഗറും അസിസ്റ്റന്റ് സൂപ്രണ്ടായ SR യാദവിനെ കാണാൻ ചെല്ലുന്നു. യാദവുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ചാൾസ് ശോഭരാജ് ഇതേ സമയം ഓഫീസിൽ യാദവുമായി സംസാരിക്കുകയായിരുന്നു. പിറന്നാൾ മധുരം ഏറ്റുവാങ്ങാൻ ജയിലിലെ വാർഡർമാരെയെല്ലാം അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മധുരം പങ്കുവെക്കുന്നു. തുടർന്ന് സെല്ലുകളിൽ സ്വീറ്റ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശോഭരാജും കൂട്ടാളികളും പലഹാരങ്ങളും എടുത്തു പോകുന്നു. സെല്ലുകളിലെ മധുര വിതരണത്തിന് ശേഷം തിരിച്ചെത്തിയ ശോഭരാജും സംഘവും കാണുന്നത് മയങ്ങിക്കിടക്കുന്ന അസിസ്റ്റന്റ് സൂപ്രണ്ടിനെയും വാർഡർമാരെയുമാണ്. അവരെ പല പല ഓഫീസ് റൂമുകളിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട ശേഷം മയങ്ങിക്കിടക്കുന്ന ജയിൽ വാർഡറിൽ ഒരാളായ ആനന്ദ് സ്വരൂപിനെ കാറിന്റെ സൈഡ് സീറ്റിലിരുത്തി അയാളുടെ കാക്കിക്കുപ്പായം വരുന്ന കൈ പുറത്തേക്ക് ഇടുവിച്ച് ഗേറ്റിന്റെ ചാവി സംഘടിപ്പിച്ച് ചാൾസും സംഘവും പോകുകയാണ്. പ്രധാന ഗേറ്റിൽ എത്തുമ്പോൾ കാണുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങളുടെ റൈഫിളുകളും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന കാഴ്ചയാണ്. ഏകദേശം 6 കിലോമീറ്ററുകൾക്കപ്പുറം വാർഡൻ ആനന്ദ് സ്വരൂപിനെ ഉപേക്ഷിച്ച് ചാൾസും സംഘവും കടന്നു കളഞ്ഞു. ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ഈ സംഭവം വലിയൊരു സുരക്ഷാ വീഴ്ചയായി മാത്രമല്ല പലരും കണ്ടത്, ഇന്ത്യയിലെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകമായി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ചാൾസിനെ പിടികൂടണമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു. 6ഓളം ആളുകൾ ചാൾസ് ശോഭരാജിനൊപ്പം ജയിൽ ചാടിയിരുന്നു. ഇവരെയെല്ലാം ഒരാഴ്ച പിന്നിടുന്നതിന് മുന്നേ പിടിക്കാൻ പോലീസിനായി. പക്ഷേ പ്രധാന സൂത്രധാരനായ ചാൾസിനെ കുറിച്ച് മാത്രം ഒരു സൂചനയും കിട്ടിയില്ല. അയാൾ ഇതിനോടകം രാജ്യം വിട്ടിട്ടുണ്ടാകും എന്ന നിരീക്ഷണമാണ് പലരും നടത്തിയത്. എന്നാൽ ചാൾസിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, മധുകർ സെൻഡെ. ഈഗോയിസ്റ്റും നാർസിസിസ്റ്റുമായ ചാൾസ് ഒരിക്കലും രാജ്യം വിടില്ലെന്ന് സെൻഡെ തറപ്പിച്ചു പറഞ്ഞു. മാത്രമല്ല താൻ എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും ചാൾസ് ശോഭരാജിനെ പിടികൂടുമെന്നും അയാൾ ശബ്ദമെടുത്തു. കൊള്ളയും കൊലപാതകങ്ങളും നടത്തി ഒരു ജയിലഴികൾക്കും തന്നെ തടഞ്ഞു വെക്കാനാകില്ലെന്ന് സ്വയം വിശ്വസിച്ച കുപ്രസിദ്ധ